ഹലോ എവരിവൺ, വെൽക്കം ടു iPlus. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റുകളെ കുറിച്ചുള്ള ഒരു PYQ സീരീസുമായിട്ടാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സെഗ്മെൻ്റ് ആയിരിക്കുമല്ലേ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷൻ. കാരണം വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇരുന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എക്സാമിന് ചോദിക്കുന്നുണ്ടോ, മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ടോ, ഇനി അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ശരി തന്നെയാണോ, ഏതെങ്കിലും പാർട്ട് നിങ്ങൾ മിസ്സായി പോയിട്ടുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു സീരീസ് ആയിരിക്കും PYQ സീരീസ്. ഇതിൽ ഞാൻ ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റിലെ ചോദ്യങ്ങളും അതിൻ്റെ കൂടെ തന്നെ സ്റ്റീം പവർ പ്ലാന്റിലെ ചോദ്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ധാരണ കിട്ടും, നിങ്ങൾ പഠിച്ച കൺസെപ്റ്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് തന്നെയാണോ പഠിച്ചത്, ഏതെങ്കിലും നിങ്ങൾ മിസ്സായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഒരു ഐഡിയ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. സോ റെഡി ആയിരിക്കുക. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ നോട്ട്സ് വായിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്ത് ചെയ്യണം? ഓരോ ചോദ്യം വരുമ്പോഴും വീഡിയോ പോസ് ചെയ്യുക. നിങ്ങളുടെ ആ ഒരു നോളജ് വെച്ചിട്ട് ഓപ്ഷൻസിൽ നിന്നും നിങ്ങൾ കൃത്യമായിട്ടൊരു ആൻസർ പിക്ക് ചെയ്യുക. അതിനുശേഷം എൻ്റെ എക്സ്പ്ലനേഷൻ കേട്ട് നോക്കുക, കറക്റ്റ് ആൻസർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ റെഡിയല്ലേ? യെസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദി കണക്റ്റഡ് ലോഡ് ഓഫ് എ കൺസ്യൂമർ ഈസ് 3 kilowatt ആൻഡ് ഹിസ് മാക്സിമം ഡിമാൻഡ് ഈസ് 1.5 kilowatt. ദി ഡിമാൻഡ് ഫാക്ടർ ഓഫ് ദി കൺസ്യൂമർ ഈസ്. വളരെ ഡയറക്റ്റായിട്ട് ചോദിച്ച ഒരു ചോദ്യമാണ്. എന്താണ് ഡിമാൻഡ് ഫാക്ടർ കണ്ടുപിടിക്കാനുള്ളൊരു ക്വസ്റ്റ്യൻ. നമ്മൾക്ക് ഓൾറെഡി അറിയാം എന്താണ് ഡിമാൻഡ് ഫാക്ടറിൻ്റെ ഇക്വേഷൻ അല്ലേ. ഡിമാൻഡ് ഫാക്ടർ എന്ന് പറയുന്നത് മാക്സിമം ഡിമാൻഡ് അല്ലേ, മാക്സിമം ഡിമാൻഡ് ഡിവൈഡഡ് ബൈ കണക്റ്റഡ് ലോഡ്. ഓക്കെ, ഡിവൈഡഡ് ബൈ കണക്റ്റഡ് ലോഡ്. ഇത്തരം ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഡാറ്റാസും തന്നിട്ടുണ്ടാവും കേട്ടോ. അതായത് നിങ്ങൾ കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് ഒന്നും തരാൻ സാധ്യതയില്ല. അതേപോലെ കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഡാറ്റാസ് ഒന്നും തരില്ല. ഈ രണ്ട് ഡാറ്റ തരുന്നതോട് കൂടിയിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് ഇക്വേഷൻ എന്നുള്ളത്. മാക്സിമം ഡിമാൻഡ് ഡിവൈഡ് ബൈ കണക്റ്റഡ് ലോഡ്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക മാത്രമേ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവുകയുള്ളൂ. മാക്സിമം ഡിമാൻഡ് എത്രയാണ്? 1.5 kilowatt ഡിവൈഡഡ് ബൈ കണക്റ്റഡ് ലോഡ് ഓഫ് ദി കൺസ്യൂമർ 3 kilowatt. എത്രയാണ്? ഹാഫ് ആണല്ലേ, 0.5 എന്ന് ആൻസർ കിട്ടും. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഈസി അല്ലേ? ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമാണ്. ഇത് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ഡിപ്ലോമ ലെവൽ, ഡിഗ്രി ലെവൽ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ് കേട്ടോ. സോ ഇത്തരം സിമ്പിളായിട്ടുള്ള സാധനങ്ങൾ ചോദിക്കാറുണ്ട്, നമുക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. നെക്സ്റ്റ് പോവാം. ദി മാക്സിമം ഡിമാൻഡ് ഓഫ് എ കൺസ്യൂമർ ഈസ് 2 kilowatt and his daily energy consumption is 24 unit. His load factor is. ഇത് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല, ചെറുതായിട്ട് നമ്മളൊന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ചോദിച്ചെന്താ? ലോഡ് ഫാക്ടറല്ലേ ചോദിച്ചേ. സോ ലോഡ് ഫാക്ടറിൻ്റെ ഇക്വേഷൻ ഞാനിവിടെ എഴുതുകയാണ്. ലോഡ് ഫാക്ടർ ഈസ് ഈക്വൽ ടു ആവറേജ് ലോഡ് അല്ലേ, ആവറേജ് ഡിമാൻഡ്, ആവറേജ് ലോഡ് ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ് അല്ലെങ്കിൽ മാക്സിമം ലോഡ്. ഓക്കെ അല്ലേ? നമുക്കിവിടെ ആവറേജ് ലോഡ് തന്നിട്ടുണ്ടോ? ആവറേജ് ലോഡ് തന്നിട്ടില്ല. മാക്സിമം ഡിമാൻഡ് തന്നിട്ടുണ്ട് അല്ലേ, മാക്സിമം ഡിമാൻഡ് 2 എന്ന് തന്നിട്ടുണ്ട്. വേറെ എന്താ തന്നത്? ഹിസ് ഡെയിലി എനർജി കൺസംഷൻ ഈസ് 24 unit. അത് തന്നിട്ടുണ്ട്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അയാൾ ഒരു ദിവസം കൺസ്യൂം ചെയ്യുന്ന എനർജിയുടെ യൂണിറ്റ്, എത്രത്തോളം യൂണിറ്റുകളാണ് ഒരു ദിവസം അയാൾ കൺസ്യൂം ചെയ്യുന്നത്? 24 unit ആണ് അല്ലേ. സോ അയാൾ 24 മണിക്കൂർ നേരത്തേക്ക് അയാൾ കൺസംഷൻ നടത്തുന്നത് 24 യൂണിറ്റ് ആണ്. സോ 1 മണിക്കൂർ നേരത്തേക്ക് എത്രയായിരിക്കും? അത് 1 യൂണിറ്റ് അല്ലേ. 1 മണിക്കൂർ നേരത്തേക്ക് 1 യൂണിറ്റ് ആയിരിക്കും. അത് തന്നെയല്ലേ ആവറേജ് കൺസംഷൻ, ആവറേജ് ലോഡ് എന്ന് പറയുന്നത് അത് തന്നെയല്ലേ. ആവറേജ് ലോഡ് എന്ന് പറയുന്നത് എന്താ? യെസ്, ആവറേജ് ലോഡ് ഇൻറ്റു 24 ചെയ്താലാണ്, ആവറേജ് ലോഡ് ഇൻറ്റു 24 ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? ഒരു ദിവസത്തെ ടോട്ടൽ കൺസംഷൻ കിട്ടുക, ഡെയിലി എനർജി കൺസംഷൻ കിട്ടുക. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഗ്രാഫ് വരച്ചിട്ടില്ലേ, ലോഡ് കർവ്, ഓർമ്മയില്ലേ? ലോഡ് കർവ് ചിലപ്പോൾ ഇത് ഇങ്ങനെ പോന്നിട്ട് ഇങ്ങനെ ആയിരിക്കും ലോഡ് കർവ് പോകുന്നുണ്ടാവുക എന്ന് വിചാരിക്കുക കേട്ടോ. ഇതാണ് എൻ്റെ ലോഡ് കർവ്. ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ് ഇതിൻ്റെ ഏരിയ? ഏരിയ എന്ന് പറയുന്നത് ഡെയിലി എനർജി കൺസംഷൻ ആണ് അല്ലേ. എനർജി കൺസംഷൻ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എനർജി കൺസംഷൻ ആ സാധനം എന്തായിരിക്കും? അത് എൻ്റെ ആവറേജ് ലോഡ് ഇൻറ്റു 24 ആയിരിക്കും. ഓക്കെ, ഇൻറ്റു 24 ആയിരിക്കും. ഇനി
അതിൻ്റെ മാക്സിമം ഡിമാൻഡ് ഇതായിരുന്നു എന്ന് വിചാരിച്ചേ, മാക്സിമം ഡിമാൻഡ് ഇതാണെന്ന് വിചാരിച്ചോ. ആ മാക്സിമം ഡിമാൻഡിനെ നമ്മൾ 24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? ഇതാ ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ വരച്ചാൽ ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആയിരിക്കും മാക്സിമം ഡിമാൻഡ് ഇൻറ്റു 24. ഓക്കെ, മാക്സിമം ഡിമാൻഡ് ഇൻറ്റു 24. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ആവറേജ് ലോഡ് ബൈ മാക്സിമം ഡിമാൻഡാണ് എൻ്റെ ലോഡ് ഫാക്ടർ. അതിനെ മുകളിലും താഴെയും ഞാൻ 24 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഓക്കെ, 24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ന്യൂമറേറ്ററിൽ ഇപ്പോൾ എന്താ ഉള്ളത്? ആവറേജ് ലോഡ് ഇൻറ്റു 24 അല്ലേ? അതെന്താ? അത് എനർജി കൺസംഷനാണ്, ഡെയിലി എനർജി കൺസംഷൻ. അത് തന്നിട്ടുണ്ട്, 24 തന്നിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 24 ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ് തന്നു. അത്രയാണ് 2 ഇൻറ്റു 24. 24ഉം 24ഉം കട്ടായി. ആൻസർ 1/2 ഈസ് ഈക്വൽ ടു 0.5. അപ്പം എന്താണ് ഇവിടെ നിങ്ങൾക്ക് ഉണ്ടാവേണ്ട കൺസെപ്റ്റ്? എന്താ? ഡെയിലി എനർജി കൺസംഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഗ്രാഫിൻ്റെ ഏരിയ ആണ് അല്ലേ? ഗ്രാഫിൻ്റെ ഏരിയ ആണ്. അതെന്തായിരിക്കും? ആവറേജ് ലോഡ് ഇൻറ്റു 24 ആണ് ഡെയിലി എനർജി കൺസംഷൻ. ആ ഒരു ധാരണ ഉണ്ടാവുക. സോ ഈ രീതിയിൽ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഒരു ദിവസത്തെ ടോട്ടൽ എനർജി കൺസംഷൻ 24 യൂണിറ്റ് എന്ന് തന്നു കഴിഞ്ഞാൽ അതിന് 24 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് എന്തായിരിക്കും? അത് ആവറേജ് ലോഡാണ് കേട്ടോ. ആവറേജ് ലോഡാണെന്ന് അറിഞ്ഞിരിക്കുക. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആൻസർ വളരെ ഈസി ആയിട്ട് ഉത്തരം പറയാൻ വേണ്ടി പറ്റും. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പോവാം. ദി ബോയിലർ ജനറേറ്റ് സ്റ്റീം അറ്റ്. ബോയിലർ ജനറേറ്റ് ചെയ്യുന്ന സ്റ്റീമിൻ്റെ പ്രത്യേകത എന്താണ്? ഹൈ പ്രഷർ ആൻഡ് ലോ ടെമ്പറേച്ചർ, ലോ പ്രഷർ ആൻഡ് ലോ ടെമ്പറേച്ചർ, ഹൈ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ, ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ. ഞാനിത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഇത്തരം ചോദ്യങ്ങൾ മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ആൻസർ എന്താ? ഹൈ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലുമുള്ള സ്റ്റീമാണ് ബോയിലർ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അതിൽ കൂടുതലായിട്ട് നമുക്കൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. നെക്സ്റ്റ് വൺ, ദി ഫങ്ഷൻ ഓഫ് കണ്ടൻസർ ഇൻ തെർമൽ പവർ പ്ലാന്റ് ഈസ്. എന്തിനാണ് നമ്മൾ തെർമൽ പവർ പ്ലാന്റിൽ കണ്ടൻസർ യൂസ് ചെയ്യുന്നത്? പ്യൂരിഫൈ സ്റ്റീം ആണോ? ഇല്ല, സ്റ്റീം പ്യൂരിഫൈനെ കുറിച്ച് നമ്മളിവിടെ പറഞ്ഞിട്ടേ ഇല്ല. കണ്ടൻസ് യൂസ്ഡ് സ്റ്റീം ഇൻ ടു വാട്ടർ. യെസ്, അതാണെന്ന് തോന്നുന്നു അല്ലേ? നമ്മൾ ഹൈ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലുള്ള സ്റ്റീം നേരെ ടർബൈൻ ബ്ലേഡുകളിൽ പതിപ്പിക്കുന്നു. അത് പുറത്തേക്ക് വരുന്ന സമയത്ത് സ്റ്റീം എക്സ്പാൻഡ് ചെയ്യും കണ്ടൻസറെ വെച്ചിട്ട്. അവിടെ നിന്ന് തന്നെ ടർബൈൻ ബ്ലേഡുകളിൽ വെച്ച് എക്സ്പാൻഡ് ചെയ്യുന്നു. then അത് കണ്ടൻസർ കൂടി സാധ്യമാക്കുന്നു. കണ്ടൻസറിൻ്റെ വൺ ഓഫ് ദി പർപ്പസ് എന്താണ്? ഇറ്റ് കണ്ടൻസസ് ദി യൂസ്ഡ് സ്റ്റീം ഇൻ ടു വാട്ടർ അല്ലേ? യെസ്, വാട്ടറായിട്ടത് കണ്ടൻസ് ചെയ്യുമ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ആൻസർ. കണ്ടൻസ് വാട്ടർ, വാട്ടറിനെ കണ്ടൻസ് ചെയ്യുകയാണോ? അല്ല, സ്റ്റീമിനെയാണ് കണ്ടൻസ് ചെയ്യുക എന്ന് ഓർക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓപ്ഷൻ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ചെറിയ രീതിയിലൊന്ന് വ്യതിചലിക്കാൻ സാധ്യതയുണ്ട്. കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. പ്യൂരിഫൈ വാട്ടർ അല്ല, അതൊന്നുമല്ല നമ്മൾ യൂസ് ചെയ്യുന്നത് കണ്ടൻസർ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് പോവാം. ഡാഷ് ഈസ് നോട്ട് എ കോമ്പണൻറ്റ് ഇൻ എ തെർമൽ പവർ പ്ലാന്റ്. ഇതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ പാർട്ടും കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. എന്ത് ഉണ്ട് എന്ത് ഇല്ല എന്ന് നിങ്ങൾക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. ചിമ്നി ഉണ്ട്, നമ്മൾ കണ്ടതാണ്. ദെൻ ബോയിലർ ഉണ്ട്. റിയാക്ടറെ നമ്മൾ കണ്ടിട്ടുണ്ടോ ഒരു തെർമൽ പവർ പ്ലാന്റിൽ? ഇല്ല അല്ലേ? ദെൻ എക്കണോമൈസറും ഉണ്ട്. സോ ആൻസർ എന്താ? ഓപ്ഷൻ സി ആണ്. റിയാക്ടർ നമ്മളിനി ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് വരും കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ഡീറ്റെയിൽ ആയിട്ട് കാണാം. അതിൻ്റെ ലേഔട്ട് ഡയഗ്രം ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ ആണല്ലോ? യെസ്, നെക്സ്റ്റ് പോവാം. നെയിം ദി ജനറേറ്റിംഗ് സ്റ്റേഷൻ വേർ ഇലക്ട്രിക്കൽ എനർജി ഈസ് ജനറേറ്റഡ് ത്രൂ സ്റ്റീം. ഏത് ജനറേറ്റിംഗ് സ്റ്റേഷനിലാണ് സ്റ്റീം വഴി ഇലക്ട്രിക്കൽ എനർജി ജനറേറ്റ് ചെയ്യുന്നത്? തെർമൽ, ഡീസൽ, ഹൈഡ്രോ, ന്യൂക്ലിയർ. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഡീസലും ന്യൂക്ലിയറൊന്നും പറഞ്ഞില്ല. എന്നാലും നമുക്കിത് ആൻസർ ചെയ്യാം അല്ലേ? നമ്മൾ നിലവിലെ ഒരു ഐഡിയ വെച്ചിട്ട് ഏതായിരിക്കും അതിൻ്റെ ഉത്തരം? തെർമൽ പവർ പ്ലാന്റ് ആണല്ലേ? തെർമൽ പവർ പ്ലാന്റ് അല്ലേ? സോ തെർമൽ പവർ പ്ലാന്റ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അവിടെ നമ്മൾ വാട്ടർ ഹീറ്റ് ചെയ്ത് സ്റ്റീമാക്കി, സൂപ്പർ ഹീറ്റഡ് സ്റ്റീമാക്കി, ആ സ്റ്റീം ടർബൈനിൽ പതിപ്പിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. ഇനി ഡീസൽ പവർ പ്ലാന്റിൽ, ഡീസൽ പവർ സ്റ്റേഷനിൽ എങ്ങനെയാണ്? അവിടെ നമുക്കൊരു ഡീസൽ എൻജിൻ ഉണ്ടാവും കേട്ടോ. ഒരു ഡീസൽ എൻജിൻ ഉണ്ടാവും. ആ ഡീസൽ എൻജിനിൽ നമ്മൾ ഫ്യൂവലായിട്ട് ഡീസൽ അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള വേറെ ഏതെങ്കിലും ഫ്യൂവൽ യൂസ് ചെയ്യും. ഓക്കെ, LSHS എന്നൊക്കെ പറയുന്നത് ഒരു ഫ്യൂവലാണ്. ഡീസൽ എൻജിനിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന വില കുറവുള്ള
കുറച്ചുകൂടി എക്കണോമിക്കലായിട്ടുള്ള ഡീസൽ പോലെ കുറച്ച് കലോറിഫിക് വാല്യൂ ഒക്കെ ഉള്ള ഒരു ഫ്യൂവലാണ് നമ്മൾ കോഴിക്കോട് ഡീസൽ പവർ പ്ലാന്റിലൊക്കെ യൂസ് ചെയ്യുന്നത് LSHS ആണ് കേട്ടോ, KDPP. അവിടെ അപ്പം ഒരിക്കലും സ്റ്റീമിൻ്റെ കേസ് വരുന്നില്ല. നമ്മുടെ ഡീസൽ എഞ്ചിൻ ഉണ്ടാവും, അതായിരിക്കും പ്രൈം മൂവർ. ഡീസൽ എഞ്ചിൻ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ ജനറേറ്ററിനെ കപ്പിൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ജനറേറ്റർ കൂടി കറങ്ങുന്നതായിരിക്കും. അപ്പോൾ ഡീസൽ എഞ്ചിൻ്റെ കേസിൽ സ്റ്റീം വരുന്നേ ഇല്ല എന്ന് മനസ്സിലായി. ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് അതിലും വരുന്നില്ല. എന്തുകൊണ്ടാണ്? അവിടെ ജലത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജിയാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. അവിടെ വെള്ളം അല്ലേ, അത്രയും ഹെഡിൽ നിലനിർത്തിയിട്ടുള്ള വെള്ളമാണ് നമ്മൾ ടർബൈനുകളിൽ നേരിട്ട് പതിപ്പിക്കുന്നത്. ഇനി അടുത്ത കേസാണ് ന്യൂക്ലിയർ പവർ പ്ലാന്റ്. ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ എന്താണ് സംഭവിക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ന്യൂക്ലിയർ ഫിഷൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഫിഷനും ഉണ്ട്, ഫ്യൂഷനും ഉണ്ട്. സ്പ്ലിറ്റിംഗ് ഓഫ് ആറ്റംസിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നതിന് പറയുന്നവരാണ് ഫിഷൻ കേട്ടോ. കൂടിച്ചേരലാണ് ഫ്യൂഷൻ. സോ ഒരു ന്യൂക്ലിയർ പവർ സ്റ്റേഷനിൽ നമ്മൾ ഫിഷൻ ആണ് നടക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയും. സോ ഈ ന്യൂക്ലിയർ ഫിഷൻ്റെ സമയത്ത് വളരെ കൂടുതൽ അളവിൽ എനർജി പുറത്തേക്ക് പോകുന്നതായിരിക്കും. ആ എനർജി നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ട് വാട്ടറിനെ സ്റ്റീമാക്കി തന്നെയാണ് ന്യൂക്ലിയർ പവർ പ്ലാന്റുകളിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. ന്യൂക്ലിയർ തെർമൽ പവർ പ്ലാന്റുകളൊക്കെ ഉണ്ട്. സോ അവിടെ സ്റ്റീമായിട്ട് തന്നെയായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയും എന്താണ്, സ്റ്റീം തന്നെയാണ് ടർബൈനുകളെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഉണ്ടെങ്കിൽ കൂടി നിങ്ങളവിടെ ചൂസ് ചെയ്യേണ്ട ആൻസർ എന്താണ്? തെർമൽ പവർ പ്ലാന്റ് തന്നെയാണ് കേട്ടോ. കാരണം പ്യുവർ തെർമലിൻ്റെ കേസിലാണ് അത് കറക്റ്റായിട്ട് വരിക. ന്യൂക്ലിയർ പവർ പ്ലാന്റ് കേസിൽ നിങ്ങൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ അവർ ഉദ്ദേശിക്കുക അറ്റോമിക് എനർജിയെ, ഓക്കെ, അല്ലെങ്കിൽ ന്യൂക്ലിയർ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ആ രീതിയിലായിരിക്കും ചോദ്യം വരിക. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ്റെ യാതൊരുവിധ കണികയും ആവശ്യമില്ല. തെർമൽ പവർ പ്ലാന്റ് നിങ്ങൾ ചൂസ് ചെയ്യണം. ഓക്കെ അല്ലേ? യെസ്, ഓപ്ഷൻ എ ആണ് നെക്സ്റ്റ് പോവുക. ദി എയർ പ്രീ ഹീറ്റർ ഇൻ തെർമൽ പവർ പ്ലാന്റ് ഈസ് കോൾഡ് ആസ്. ഓക്കെ, നമ്മുടെ തെർമൽ പവർ പ്ലാന്റിലുള്ള എയർ പ്രീ ഹീറ്റർ എന്ത് രീതിയിലാണ് നമ്മൾ വിളിക്കുക, അല്ലെങ്കിൽ അത് എന്ത് ടൈപ്പ് ഓഫ് ഡിവൈസ് ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്? സേഫ്റ്റി ഡിവൈസ്. അതൊരു സേഫ്റ്റി ഡിവൈസ് ആണെന്ന് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ സാർ ഇതുവരെ പറഞ്ഞിട്ടൊന്നുമില്ല. നമുക്ക് നോക്കാം, ബാക്കി കൂടി നോക്കാം അല്ലേ. എഫിഷ്യൻസി ഇൻക്രീസിങ് എക്യുപ്മെൻറ്റ്, അത് ശരിയാകാൻ സാധ്യതയുണ്ട്. കാരണം ഈ പ്രീ ഹീറ്റർ, എയർ പ്രീ ഹീറ്റർ, എക്കണോമൈസർ, അതൊക്കെ നമ്മുടെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യും. കാരണം അത് പ്രീ ഹീറ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് അല്ലേ, പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എയറിനെ പ്രീ ഹീറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ആ ഒരു ഗ്രേറ്റിലേക്ക് കൊടുക്കുന്നുണ്ടാവുക, അടുപ്പിലേക്ക് കൊടുക്കുന്നുണ്ടാവുക. എക്കണോമൈസർ ആണെങ്കിലോ വെള്ളത്തിനെ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ടാണ് അകത്തേക്ക് കൊടുക്കുക. സോ അതൊക്കെ അതിൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുമെന്ന് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. യെസ്, അപ്പോൾ അതാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചോ. സ്റ്റാർട്ടിംഗ് ഡിവൈസ് അല്ല, വെരി എസെൻഷ്യൽ ഡിവൈസ്. അതെത്ര എസെൻഷ്യൽ ഡിവൈസ് ആണോ, ആ ഒരു ഡിവൈസ് ഇല്ലെങ്കിൽ നമ്മുടെ തെർമൽ പവർ പ്ലാന്റ് വർക്ക് ചെയ്യില്ലേ? വർക്ക് ചെയ്യും, യാതൊരു കുഴപ്പമില്ല. സോ അതൊരു എസെൻഷ്യൽ ഡിവൈസ് അല്ല, എഫിഷ്യൻസി ഇൻക്രീസിങ് എക്യുപ്മെൻ്റ് ആണെന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? യെസ്, നെക്സ്റ്റ് പോവാം. വാട്ട് ഈസ് ദി നെയിം ഓഫ് ദി പവർ ജനറേറ്റിംഗ് സ്റ്റേഷൻ വിച്ച് യൂസസ് കോൾ ആസ് ഫ്യൂവൽ? കോള് ഇന്ധനമാക്കിയിട്ട് അല്ലേ, കൽക്കരി ഇന്ധനമാക്കിയിട്ട് വർക്ക് ചെയ്യുന്ന ജനറേറ്റിംഗ് സ്റ്റേഷൻ പറയുന്ന പേരെന്താണ്? അറ്റോമിക് പവർ പ്ലാന്റ് അല്ല, തെർമൽ പവർ പ്ലാന്റ്. കറക്റ്റാണ് അല്ലേ. തെർമൽ പവർ പ്ലാന്റ് നമ്മൾ എന്ത് ചെയ്യും? കോള് അല്ലെങ്കിൽ നാഫ്ത അതൊക്കെ യൂസ് ചെയ്തിട്ട്, നമ്മളിപ്പോൾ പെട്രോളിയം പ്രൊഡക്റ്റ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് കേട്ടോ നമ്മൾ പൊതുവായിട്ട് തെർമൽ പവർ പ്ലാന്റുകൾ യൂസ് ചെയ്യുക. ഓക്കെ, അതായത് ഈ പറയുന്ന ജൈവാവശിഷ്ടങ്ങളിൽ നിന്നും ഉള്ള ഇന്ധനങ്ങൾ യൂസ് ചെയ്ത് വാട്ടറിനെ ഹീറ്റ് ചെയ്ത് സ്റ്റീമാക്കി അത്തരം പവർ പ്ലാന്റുകളിൽ പറയുന്ന പേരാണ് തെർമൽ പവർ പ്ലാന്റ്. അവിടെ നമ്മൾ കോള് ഫ്യൂവലായിട്ട് യൂസ് ചെയ്യും. ഓക്കെ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ആണോ? അല്ല, ന്യൂക്ലിയറും അല്ല. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള ആൻസർ. നെക്സ്റ്റ്, എ ജനറേറ്റിംഗ് സ്റ്റേഷൻ വിച്ച് കൺവേർട്ട് ഹീറ്റ് എനർജി ഓഫ് കോൾ കമ്പഷൻ ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി ഈസ് ക്ലാസിഫൈഡ് ആസ്. സെയിം ചോദ്യം തന്നെ വേറൊരു രീതിയിൽ ചോദിച്ചു അല്ലേ ഉള്ളൂ, അത്രയേ ഉള്ളൂ അല്ലേ. കോൾ കമ്പഷനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റുന്ന ആരാ? ഹൈഡ്രോ ഇലക്ട്രിക് ആണോ? അല്ല, തെർമലാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ന്യൂക്ലിയറും സോളാറും അല്ല, അപ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. സോളാർ പവറിനെ കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഒരു വീഡിയോ ചെയ്യും. അത് റിന്യൂവബിൾ എനർജി റിസോഴ്സസ് പറയുന്ന സമയത്ത് നമുക്ക് പറയേണ്ട ആവശ്യമുള്ളതാണ്. ന്യൂക്ലിയർ പവർ പ്ലാന്റ് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.
ദെൻ നെക്സ്റ്റ് ബേസ് ലോഡ് ഓഫ് എ പവർ സ്റ്റേഷൻ സ്റ്റാൻഡ്സ് ഫോർ. ഒരു പവർ പ്ലാന്റിൽ ബേസ് ലോഡ് എത്ര ഡ്യൂറേഷനിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ബേസ് ലോഡ് എത്ര മണിക്കൂറുകൾ നിലനിൽക്കുന്നതാണ്. എന്തായിരുന്നു നമ്മൾ ലോഡ് ഡ്യൂറേഷൻ കർവൊക്കെ പറയുന്ന സമയത്ത് പറഞ്ഞില്ലേ, ബേസ് ലോഡ് എപ്പോഴും ഉണ്ടാവും അല്ലേ. ബേസ് ലോഡ് നമ്മളെപ്പോഴും മീറ്റ് ചെയ്യേണ്ടി വരുന്ന ലോഡാണ്. കാരണം നമ്മൾ കൺസ്യൂമേഴ്സ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ബേസ് ലോഡ് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഒരു പവർ സ്റ്റേഷൻ എല്ലാ സമയത്തും പവർ കൊടുക്കേണ്ടി വരുമോ? എല്ലാ സമയത്തും പവർ സ്റ്റേഷൻ പവർ കൊടുക്കേണ്ടി വരില്ല. സപ്പോസ് എൻ്റെ അടുത്തൊരു പവർ പ്ലാന്റ് ഉണ്ട്, അത് ആവശ്യമുള്ളപ്പോൾ മാത്രമേ ഓൺ ചെയ്യേണ്ടി വരുള്ളൂ അല്ലേ. കാരണം എന്താ, സപ്പോസ് എനർജി റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ കൂടി മറ്റ് സ്ഥലങ്ങളിലെ പവർ പ്ലാന്റുകളൊക്കെ ചിലപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടാവും. സോ എൻ്റെ ഈ ഒരു പവർ പ്ലാന്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വിളിക്കുകയാണെങ്കിൽ ബേസ് ലോഡ് ആയിരിക്കുമല്ലോ നമുക്ക് മിക്കവാറും മീറ്റ് ചെയ്യേണ്ടി വരിക. യെസ്, സോ ബേസ് ലോഡ് എന്ന് പറയുന്നത് നമ്മുടെ താഴെ ഭാഗത്ത് വരുന്നതാണ്, നമ്മുടെ ബേസ് പാർട്ടിൽ വരുന്നതാണ്. പീക്ക് ലോഡാണ് സാധാരണയായിട്ട് വളരെ കുറച്ച് ഡ്യൂറേഷനിൽ മാത്രം വർക്ക് ചെയ്യുന്നത് അല്ലേ. യെസ്, ബേസ് ലോഡ് നമ്മൾ എന്തായാലും മീറ്റ് ചെയ്യേണ്ട ആ ഒരു ലോവർ പോർഷനിലുള്ളതാണ്. അത് 12 to 24 hours പെർ ഡേ നമ്മൾ ബേസ് ലോഡ് പ്ലാന്റുകൾ വർക്ക് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ബേസ് ലോഡ് അത്രത്തോളം സമയത്തേക്ക് ഉണ്ടായിട്ടുണ്ടാവും, നമ്മൾ മീറ്റ് ചെയ്യേണ്ട ലോഡാണ്. അതിൻ്റെ പെർഫെക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 24 hours എന്നാണ്. സോ ഓപ്ഷനിൽ നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് 12 to 24 hours പെർ ഡേ എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് പോവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് പവർ പ്ലാന്റ് എംപ്ലോയ്സ് ദി റാങ്കൈൻ സൈക്കിൾ? ഓക്കെ, അതിനെക്കുറിച്ച് നമ്മളങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഇത്ര മാത്രം അറിഞ്ഞോളൂ. റാങ്കൈൻ സൈക്കിൾ എന്ന് പറയുന്നത് സ്റ്റീം പവർ പ്ലാന്റ് വർക്ക് ചെയ്യുന്ന ഒരു സൈക്കിളാണ് കേട്ടോ. അത് സ്റ്റീം പവർ പ്ലാന്റ് വർക്ക് ചെയ്യുന്നത് റാങ്കൈൻ സൈക്കിൾ അനുസരിച്ചാണ്. നമ്മൾ ഡീസൽ സൈക്കിള്, ഓട്ടോ സൈക്കിള് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവല്ലോ ഈ ഫിസിക്സ്, തെർമോഡൈനാമിക്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത്. പേടിക്കണ്ട, നിങ്ങൾ ഇപ്രാവശ്യത്തെ മെക്കാനിക്കലിൽ ആ ഒരു ഭാഗമൊക്കെ നിങ്ങൾ പഠിക്കും കേട്ടോ. ഓക്കെ, സോ ഒരു സ്റ്റീം പവർ പ്ലാന്റ് വർക്ക് ചെയ്യുന്നത് ഏത് സൈക്കിൾ പ്രകാരമാണ്? റാങ്കൈൻ സൈക്കിൾ പ്രകാരമാണെന്ന് പഠിച്ചു വെക്കുക. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. യെസ്, ദി റാങ്കൈൻ സൈക്കിൾ ഈസ് എൻ ഐഡിയലൈസ്ഡ് തെർമോഡൈനാമിക് സൈക്കിൾ ഡിസ്ക്രൈബിംഗ് ദി പ്രോസസ് ബൈ വിച്ച് certain heat engine such as steam turbine, reciprocating steam engine allow mechanical work to be extracted from a fluid as it moves between a heat source and heat sink. അതായത് ആ ഒരു സ്റ്റീം ജനറേറ്റ് ചെയ്യപ്പെടുന്നത് ഈ റാങ്കൈൻ സൈക്കിൾ പ്രകാരമായിരിക്കും കേട്ടോ. സോ നമ്മൾ അത്ര ഡീപ്പായിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഇതൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അറിഞ്ഞിരുന്നാൽ മാത്രം മതി. നെക്സ്റ്റ് പോവാം. ദി പ്രൈം മൂവർ യൂസ്ഡ് ഇൻ തെർമൽ പവർ പ്ലാന്റ് ഈസ്. തെർമൽ പവർ പ്ലാന്റിൽ യൂസ് ചെയ്യുന്ന പ്രൈം മൂവർ എന്താണ്? വിൻഡ് ടർബൈൻ, സ്റ്റീം ടർബൈൻ, പി വി സെല്ല്, റിയാക്ഷൻ ടർബൈൻ. സ്റ്റീം ടർബൈൻ തന്നെ ആയിരിക്കണം നമ്മളൊരു തെർമൽ പവർ പ്ലാന്റിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റീം ടർബൈൻ ആണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. എന്തായിരിക്കും അതിൻ്റെ പ്രത്യേകത? തെർമൽ പവർ പ്ലാന്റിലെ ജനറേറ്ററിന് ഒരു ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ജനറേറ്റർ ആയിരിക്കും. എന്തുകൊണ്ടായിരിക്കും? ബിക്കോസ് സ്റ്റീം ടർബൈൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്റ്റീമിന് അത്രത്തോളം എനർജി ഉള്ളതുകൊണ്ട് തന്നെ നല്ല സ്പീഡിലായിരിക്കും സ്റ്റീം പവർ പ്ലാന്റിലെ ടർബൈൻസ് റൊട്ടേറ്റ് ചെയ്യുക. സോ സ്പെസിഫൈ ചെയ്ത് പറയേണ്ടത് ഏത് രീതിയിൽ തന്നെയാണ്? സ്റ്റീം ടർബൈൻ എന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടത്. ദെൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടർബൈൻസ് ഉണ്ടാവാം. റിയാക്ഷൻ ടർബൈൻ ഉണ്ടാവാം, ഇമ്പൾസ് ടർബൈൻ ഉണ്ടാവാം, അതിൽ തന്നെ വേറെ അധികം ക്ലാസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടാവാം. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റീം ടർബൈൻ എന്ന് തന്നെയാണ് തെർമൽ പവർ പ്ലാന്റിലെ പ്രൈം മൂവറിനെ കുറിച്ച് പറയുമ്പോൾ പറയേണ്ടത്. ഓക്കെ ആണല്ലോ? യെസ്. നെക്സ്റ്റ് വൺ, ഇൻ എ സ്റ്റീം പവർ പ്ലാന്റ് ദി കണ്ടൻസേറ്റ് ഫ്രം കണ്ടൻസർ ഈസ് യൂസ്ഡ്. ഒരു സ്റ്റീം പവർ പ്ലാന്റിലെ കണ്ടൻസറിൽ നിന്നുള്ള ആ ഒരു കണ്ടൻസേറ്റ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുക? കണ്ടൻസേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? യെസ്, കണ്ടൻസറിൽ നിന്നും നമ്മൾ തണുപ്പിച്ചിട്ട് പുറത്തേക്ക് വരുന്ന ആ ഒരു ദ്രാവകമായിട്ടുള്ള ഒരു ഭാഗമില്ലേ? ഓക്കെ, എന്താണോ കണ്ടൻസ് ചെയ്ത് വരുന്നത് ആ ഒരു പദാർത്ഥം നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുക? ടു കൂൾ ദി ജനറേറ്റർ. ജനറേറ്ററിനെ കൂൾ ചെയ്യുന്നു എന്ന് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ആസ് ഫീഡ് വാട്ടർ ടു ദി ബോയിലർ. കറക്റ്റ് ആണ് അല്ലേ? അത് നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ബോയിലറിലേക്ക് ഫീഡ് വാട്ടറായിട്ട് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമുക്കത് ആ ഒരു ജലാശയത്തിലേക്ക് വീണ്ടും കടത്തിവിടാം അല്ലേ? ഒന്നുകിൽ ഫീഡ് വാട്ടറായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് വീണ്ടും ആ ഒരു വാട്ടർ ബോഡിയിലേക്ക് കടത്തിവിടാം. ടു കൂൾ ദി ടർബൈൻ അങ്ങനെയൊന്നും നമ്മൾ എവിടെയും കേട്ടിട്ടില്ല. ടു കൂൾ ദി ബോയിലർ അതുമില്ല. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ.
നെക്സ്റ്റ് വൺ, ഈ സ്റ്റീം പവർ സ്റ്റേഷൻ ഹാസ് തെർമൽ എഫിഷ്യൻസി ഓഫ് 30%, ഇലക്ട്രിക്കൽ എഫിഷ്യൻസി ഓഫ് 90%. വാട്ട് ഈസ് ദി ഓവറോൾ എഫിഷ്യൻസി ഓഫ് ദി സ്റ്റേഷൻ? ഞാനൊരു ഹിൻഡ് തരാം. നിങ്ങൾക്ക് നിലവിൽ ഇതിൻ്റെ ഒന്നും ആൻസർ അറിയില്ലെങ്കിൽ, സപ്പോസ് ഏതെങ്കിലും ഒരു ഡാറ്റാസൊക്കെ തന്നിട്ട് നിങ്ങൾക്ക് യാതൊരു ഐഡിയ ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒന്നുകിൽ അതിനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ അതിനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക കേട്ടോ. മിക്കവാറും അതിൻ്റെ ആൻസർ മിക്കവാറും അങ്ങനെ ആവാനാണ് സാധ്യത. നിങ്ങൾക്ക് തീരെ ഐഡിയ ഇല്ലെങ്കിൽ അത് നിങ്ങൾക്കൊന്ന് ശ്രമിക്കാവുന്നതാണ്. ഇവിടെ നമുക്കതിൻ്റെ ആവശ്യമില്ല അല്ലേ? എന്തുകൊണ്ടാണ്? നമുക്ക് ഓവറോൾ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ നമുക്കറിയാം. ഓവറോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താ? അത് തെർമൽ എഫിഷ്യൻസി അല്ലേ? തെർമൽ എഫിഷ്യൻസി ഇൻറ്റു ഇലക്ട്രിക്കൽ എഫിഷ്യൻസിയാണ്. ഓക്കെ, യെസ്. തെർമൽ എഫിഷ്യൻസി എത്രയാ? 30%. ദെൻ ഇലക്ട്രിക്കൽ എഫിഷ്യൻസി എത്രയാ? 90% അല്ലേ? സോ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് അതിൽ ആൻസർ കിട്ടുമല്ലോ. 30 × 90 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടുക 27% എന്നാണ് ആൻസർ കിട്ടുക കേട്ടോ. എങ്ങനെ ചെയ്യുക? 30% അല്ലേ? സോ 30/100 ആണ്. 90% അല്ലേ? അതെന്താ? 90/100 ആണ്. സോ 0 0 കട്ടായി, 0 0 കട്ടായി, 3 27, 27/100 എന്ന് കിട്ടി അല്ലേ? 27/100 ആൻസർ എത്രയാണ്? 0.27 അല്ലെങ്കിൽ 27%. ഓക്കെ അല്ലേ? യെസ്, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നെക്സ്റ്റ് പോയാലോ? ദി ടർബൈൻ എഫിഷ്യൻസി ഓഫ് എ സ്റ്റീം തെർമൽ പവർ പ്ലാന്റ് വേരീസ് ബിറ്റ്വീൻ. എന്താണ്? ഒരു സ്റ്റീം പവർ പ്ലാന്റിൻ്റെ, തെർമൽ പവർ പ്ലാന്റിൻ്റെ ടർബൈൻ എഫിഷ്യൻസി അതിൻ്റെ റേഞ്ച് എത്രയാണ്? നല്ലൊരു ചോദ്യമാണ്, വളരെ റെയറായിട്ട് ചോദിക്കുന്നതാണ്. 65 to 75, 55 to 65, 25 to 35, 80 to 90%. സോ നമുക്ക് അറിയാവുന്ന കാര്യം എന്താ? ഒരു സ്റ്റീം പവർ പ്ലാന്റിൻ്റെ ഓവറോൾ എഫിഷ്യൻസി പൊതുവെ കുറവാണ്. അത് നിയർലി 29% ആണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? സാധാരണ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. ഇത് തന്നെയാണ് ആൻസർ വരാറ്. സോ നിങ്ങൾക്കൊരു റേഞ്ച് ഏകദേശം അറിയാം. ഓവറോൾ എഫിഷ്യൻസി ഏകദേശം റേഞ്ച് അറിയാം, 29% ആണ്. സോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു ആൻസർ ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. 25 to 35% എന്നുള്ളത് ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓവറോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് ബോയിലർ എഫിഷ്യൻസി ഇൻറ്റു ടർബൈൻ എഫിഷ്യൻസി ഇൻറ്റു ജനറേറ്റർ എഫിഷ്യൻസിയാണ്. അതിൽ ടർബൈൻ എഫിഷ്യൻസിയാണ് ഏറ്റവും ലോവറായിട്ട് വരിക. അത് 25 to 35 ആണ്. സോ ഓവറോൾ നമുക്ക് 29% കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വാല്യൂ ഒന്ന് അറിഞ്ഞിരിക്കുക. ഓപ്ഷൻസ് വന്നാൽ തന്നെ നിയർലി 30 ആയിട്ടുള്ള വാല്യൂ എവിടെയാണോ വരുന്നത് അത് ചൂസ് ചെയ്യുക. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ഇതേപോലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ പലപ്പോഴും ചോദിക്കാറുണ്ട്. ഉദ്യോഗാർത്ഥികൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്നാമതേ അവർക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഇപ്പം തെർമൽ, ഈ ഹൈഡ്രോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ അധികം ശ്രദ്ധിക്കാത്ത ഏരിയ ആയിരിക്കും. ഓക്കെ, അത് നമുക്ക് അറിയാലോ എന്നുള്ള രീതിയിൽ അവർ പഠിക്കാതെ വിടും. സോ ഇങ്ങനെ വലിയ ലെങ്തി ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ഒന്നുകിൽ അവർ സ്കിപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം വായിച്ച് നോക്കുമ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ നേരെ സമയം പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് സ്കിപ്പ് ചെയ്യും. പക്ഷേ വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സാധനമാണ്. വായിക്കാൻ സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ക്വസ്റ്റ്യനാണ്. സോ ഒരു ടിപ്പ് എന്ന് പറയുന്നത്, വലിയ സ്റ്റേറ്റ്മെൻറ്റ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ സമയമില്ലാത്ത നേരത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്തിട്ട് കുറേ സമയം വേസ്റ്റായി പോയിട്ടുള്ള സമയത്താണ് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുന്നതെങ്കിൽ മാർക്ക് ചെയ്യുക, ലാസ്റ്റ് നോക്കുക കേട്ടോ. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഹറിബറി ആവുന്ന സമയത്ത് നമുക്ക് വീണ്ടും വീണ്ടും സമയം നഷ്ടമാവും. ഒരു പ്രാവശ്യം വായിച്ചാലൊന്നും നമുക്ക് നമ്മുടെ തലയിലേക്ക് കയറില്ല. നമുക്ക് ഈ പ്രാവശ്യം ഒന്ന് വായിച്ച് നോക്കിയാലോ? കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു തെർമൽ പവർ സ്റ്റേഷൻ. സ്റ്റേറ്റ് വെദർ ദീസ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ ഓർ ഫോൾസ്. ഈ 3 സ്റ്റേറ്റ്മെൻറ്റും വായിക്കണം, എന്നിട്ട് അത് ട്രൂ ആണോ ഫോൾസ് ആണോ നോക്കണം. നോക്കിയാലോ? ദേ പൊല്യൂട്ട് ദി അറ്റ്മോസ്ഫിയർ ഡ്യൂ ടു ദി പ്രൊഡക്ഷൻ ഓഫ് ലാർജ് എമൗണ്ട് ഓഫ് സ്മോക്ക് ആൻഡ് ഫ്യൂംസ്. ഏതിനെക്കുറിച്ചാണ് പറയുന്നത്? തെർമലിനെ കുറിച്ചല്ലേ പറയുന്നത്? കറക്റ്റാണല്ലേ? അതെന്തായാലും നമ്മൾ കോളാണ് കത്തിക്കുന്നത്, അതിന് കോളിൽ നിന്ന് ഡസ്റ്റൊക്കെ പുറത്ത് വരുന്നുണ്ട്, ഫ്യൂംസൊക്കെ പുറത്ത് വരുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ സ്മോക്കും ഫ്യൂംസും ഉണ്ടാവും. സോ ഇത് കറക്റ്റാണ്. ദേ ആർ കോസ്റ്റ്ലിയർ ഇൻ റണ്ണിങ് കോസ്റ്റ് ആസ് കമ്പയർ ടു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്. അതും കറക്റ്റാണ് അല്ലേ? നമുക്ക് ഓരോ യൂണിറ്റ് ജനറേറ്റ് ചെയ്യാനും കോൾ ആവശ്യമാണ്. സോ അവിടെ റണ്ണിങ് കോസ്റ്റ് അല്ലേ വരുന്നത്? യെസ്, റണ്ണിങ് കോസ്റ്റാണ് വരുന്നത്. ഹൈഡ്രോയെ സംബന്ധിച്ചിടത്തോളം ഹൈഡ്രോനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് റണ്ണിങ് കോസ്റ്റ് കൂടുതലാണ്.
they require a large space as compared to hydroelectric plant for the same capacity of generation. അതായത് സെയിം പവർ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 100 മെഗാവാട്ടിൻ്റെ ഒരു ഹൈഡ്രോയും ഒരു തെർമലുമാണ് നമ്മൾ എടുക്കുന്നത് വിചാരിച്ചോ. ഇവരെന്താ പറയുന്നത്? ദേ റിക്വയർ ലാർജ് സ്പേസ് ആസ് കമ്പയർഡ് ടു ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ഫോർ ദി സെയിം കപ്പാസിറ്റി ഓഫ് ജനറേഷൻ. അപ്പോൾ തെർമലിന് കൂടുതൽ സ്ഥലം വേണമെന്നാണ് പറയുന്നത്. അത് തെറ്റാണ് കേട്ടോ. സെയിം കപ്പാസിറ്റി എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റും തെർമലുമാണ് കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ ഹൈഡ്രോന് തന്നെയാണ് കൂടുതൽ സ്ഥലം വേണ്ടത്. അതെന്തുകൊണ്ടായിരിക്കും? യെസ്, ഹൈഡ്രോ കപ്പാസിറ്റി കൂടുതലാവുക മീൻസ് അവിടെ വലിയ റിസർവോയർ വേണം, ഡാം വേണം, ദെൻ പവർ പ്ലാന്റ് ചിലപ്പോൾ അടുത്തായിരിക്കില്ല, ദെൻ വലിയ ഒരു പവർ പ്ലാന്റ് ജനറേറ്റർ അത്രയും ടർബൈന് അത്രയും വലിയ ടർബൈനൊക്കെ വേണ്ടി വരും അല്ലേ. യെസ്, സോ അതുകൊണ്ട് തന്നെ സെയിം കപ്പാസിറ്റി നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഹൈഡ്രോനാണ് കൂടുതലായിട്ട് സ്ഥലം വേണ്ടതെന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഓപ്ഷൻ ഈ മൂന്നാമത്തെ തെറ്റാണ്. സോ ട്രൂ ഫോൾസ് ആണ് വരിക. ട്രൂ ഫോൾസ് എവിടെ? ഓപ്ഷൻ എ ആണ്. ഓക്കെ അല്ലേ? യെസ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ എ സ്റ്റീം പവർ പ്ലാന്റ് ദി ഫങ്ഷൻ ഓഫ് ഡാഷ് ഈസ് ടു യൂട്ടിലൈസ് ദി വേസ്റ്റ് ഹീറ്റ് ഓഫ് ദി ഫ്ലൂ ഗ്യാസ് ഫോർ ഹീറ്റിംഗ് ദി ഫീഡ് വാട്ടർ. ഫീഡ് വാട്ടർ എവിടെ കണ്ടോ അതിൻ്റെ ആൻസർ എക്കണോമൈസർ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതല്ലാതെ വേറെ ചോദ്യം അതിൻ്റെ അകത്ത് ചോദിക്കാനില്ല. ഓക്കെ, ഇനി നമുക്ക് ചോദ്യം ഒന്നുകൂടി നോക്കാം. ഇൻ എ സ്റ്റീം പവർ പ്ലാന്റ് ഫങ്ഷൻ ഓഫ് എക്കണോമൈസർ ഈസ് ടു യൂട്ടിലൈസ് ദി വേസ്റ്റ് ഹീറ്റ് ഓഫ് ദി ഫ്ലൂ ഗ്യാസ് ഫോർ ഹീറ്റിംഗ് ദി ഫീഡ് വാട്ടർ. കറക്റ്റ് ആണ് അല്ലേ. ഫീഡ് വാട്ടറിനെ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻ്റ് ആണ് എക്കണോമൈസർ. അതിനുള്ള ഹീറ്റ് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഫ്ലൂ ഗ്യാസിൽ നിന്നുള്ള അല്ലേ, വേസ്റ്റ് ആയിട്ട് വരുന്ന ഫ്ലൂ ഗ്യാസിൽ നിന്നുള്ള ഹീറ്റാണ് നമ്മൾ എക്കണോമൈസറിൽ യൂട്ടിലൈസ് ചെയ്യുന്നത്. കറക്റ്റ് അല്ലേ? യെസ്. ഇത് പല പ്രാവശ്യം കേരള PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. റിപ്പീറ്റിംഗ് ആയിട്ടുള്ള ചോദ്യമാണ്, ഓർത്ത് വെക്കുക. ഇൻ എ തെർമൽ പവർ പ്ലാന്റ് എ കണ്ടൻസർ ഈസ് ഇൻസ്റ്റാൾഡ് ടു കണ്ടൻസ് എക്സ്ഹോസ്റ്റ് സ്റ്റീം കമ്മിങ് ഔട്ട് ഓഫ്. നല്ല ചോദ്യമാണ്. ഒരു തെർമൽ പവർ പ്ലാന്റിൽ കണ്ടൻസർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ടു കണ്ടൻസ് ദി എക്സോസ്റ്റ് സ്റ്റീം കമ്മിങ് ഔട്ട് ഓഫ്. ഏത് പാർട്ടിൽ നിന്നും പുറത്തേക്ക് വരുന്ന എക്സോസ്റ്റ് സ്റ്റീം കണ്ടൻസ് ചെയ്യാനാണെന്നാണ് ചോദിച്ചത്. സോ സ്റ്റീം കണ്ടൻസ് ചെയ്യാനാണെന്ന് നമുക്ക് ഉറപ്പാണ്, അതിൽ വേറെ ഡൗട്ടില്ല. അത് എവിടെ നിന്നാണ് പുറത്തേക്ക് വരുന്നത്? കണ്ടൻസർ നമ്മൾ ഏത് പാർട്ടിൻ്റെ നെക്സ്റ്റ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ടർബൈൻ, എക്കണോമൈസർ, സൂപ്പർ ഹീറ്റർ, ബോയിലർ. ബോയിലറൊക്കെ ആദ്യമേയുള്ള പാർട്ടാണ് അല്ലേ. എക്കണോമൈസറും സൂപ്പർ ഹീറ്ററൊക്കെ വേറെ സ്ഥലത്താണ്. ടർബൈൻ്റെ എക്സിറ്റിലല്ലേ നമ്മൾ ഈ ഒരു കണ്ടൻസർ വെക്കുന്നത്? യെസ്, ടർബൈനിൽ ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ പ്രഷറിലുള്ള സ്റ്റീം വന്ന് പതിക്കുന്നു, എക്സ്പാൻഷൻ ഓഫ് സ്റ്റീം നടക്കുന്നു, വോളിയം ഇൻക്രീസ് ചെയ്യുന്നു, ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഔട്ടിലാണ് നമ്മൾ കണ്ടൻസർ വെക്കുക. അപ്പോൾ ഓക്കെ അല്ലേ? യെസ്, അതാണ് ഞാൻ പറഞ്ഞത്. ഓരോ പാർട്ടും ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ പൊസിഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് നോക്കാം. ഡാഷ് ഈസ് എ ട്യൂബ് ദാറ്റ് ബ്രിങ്സ് വാട്ടർ ടു ടർബൈൻ. ടർബൈനിലേക്ക് വെള്ളം കൊണ്ടുവരുന്ന ആ ട്യൂബിന് പറയുന്ന പേരെന്താ? ഫോർബേ, ട്രാഷ് റാക്ക്, സ്പിൽവേ, പെൻസ്റ്റോക്ക്. ഈസിയാണ്. ചിലപ്പോൾ തീരെ അറിയാത്തവർക്ക് ഡൗട്ട് അടിക്കാൻ സാധ്യതയുള്ള ചോദ്യം എന്നേ ഉള്ളൂ. ഒരുവിധം പഠിച്ചവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യുന്ന സാധനമാണ്. പെൻസ്റ്റോക്കാണ് ആൻസർ. ഓക്കെ അല്ലേ? യെസ്. ആൾട്ടർനേറ്റർ യൂസ്ഡ് ഇൻ ഹൈഡൽ പവർ സ്റ്റേഷൻ ഹാസ് മോർ നമ്പർ ഓഫ് പോൾസ് ഇൻ ഇറ്റ് ദാൻ ദാറ്റ് യൂസ്ഡ് ഇൻ തെർമൽ പവർ സ്റ്റേഷൻ ബിക്കോസ്. എന്താണ് പറഞ്ഞത്? ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ആണെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന ആൾട്ടർനേറ്റർ AC ജനറേറ്ററിൽ മോർ നമ്പർ ഓഫ് പോൾസ് ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. ശരിയാണോ? ശരിയാണ് കേട്ടോ. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. തെർമലിനേക്കാളിയും കൂടുതൽ നമ്പർ ഓഫ് പോൾസ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിലെ, ഹൈഡൽ എന്ന് പറയുന്നത് ഹൈഡ്രോ ആണ് കേട്ടോ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിലെ AC ജനറേറ്ററിൽ ഉണ്ടാകും. അതെന്തുകൊണ്ടാണ്? സ്പീഡ് ഓഫ് ദി പ്രൈം മൂവർ മേ ബി ചേഞ്ച്ഡ് വെൻ എവർ റിക്വയർഡ്. പവർ ജനറേറ്റഡ് ബൈ ദി ആൾട്ടർനേറ്റർ മേ ബി ചേഞ്ച്ഡ് അക്കോർഡിംഗ് ടു ഡിമാൻഡ്. സ്പീഡ് ഓഫ് ഇറ്റ്സ് പ്രൈം മൂവർ ഈസ് ലെസ്. പവർ ജനറേറ്റഡ് ബൈ ദിസ് ആൾട്ടർനേറ്റർ ഈസ് ലെസ്. ആൻസർ ഏതാ? ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ. എന്തുകൊണ്ടാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിലെ ജനറേറ്ററിൻ്റെ
നമ്പർ ഓഫ് പോൾസ് കൂടുതലാവാൻ കാരണം നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, സിങ്ക്രണസ് സ്പീഡിൻ്റെ ഇക്വേഷൻ NS = 120F/P. സോ P കൂടുമ്പോൾ നമ്പർ ഓഫ് പോൾസ് കൂടുന്ന സമയത്ത് സ്പീഡ് കുറയും അല്ലേ, അതായത് ജനറേറ്ററിൻ്റെ സ്പീഡ് കുറയും. ഓക്കെ, ജനറേറ്ററിൻ്റെ സ്പീഡ് കുറയും. ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മുടെ ടർബൈനും, ഓക്കെ ഇത് ടർബൈനാണ്, ഇത് ജനറേറ്റർ ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, ഇത് ജനറേറ്റർ, ഇത് ടർബൈൻ. ഓക്കെ, ടർബൈനും ജനറേറ്ററും നമ്മൾ കപ്പിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ, നമ്മൾ കപ്പിൾ ചെയ്തിട്ടുണ്ട്. സോ ടർബൈൻ്റെ അതേ സ്പീഡിൽ തന്നെയായിരിക്കും ജനറേറ്റർ റൊട്ടേറ്റ് ചെയ്യുക. നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് പോൾസ് ഓഫ് ദി ജനറേറ്റർ ഈസ് വെരി ഹൈ, അതായത് സ്പീഡ് ഓഫ് ജനറേറ്റർ ഈസ് വെരി ലോ. അതെന്തുകൊണ്ടാണ്? ബിക്കോസ് നമ്മുടെ പ്രൈം മൂവറിൻ്റെ സ്പീഡ് കുറവാണ്. പ്രൈം മൂവറിൻ്റെ സ്പീഡ് കുറവായതുകൊണ്ട് തന്നെ അതേ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ജനറേറ്റർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്പർ ഓഫ് പോൾസ് കൂട്ടി വെക്കുന്നു. ഓക്കെ, ഇനി എന്തുകൊണ്ടായിരിക്കും ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിലെ ടർബൈൻ്റെ സ്പീഡ് കുറയാൻ കാരണം? യെസ്, അത്രത്തോളം എനർജിയാണ് എൻ്റെ വാട്ടറിന് നൽകാൻ വേണ്ടി പറ്റുന്നത്. വാട്ടറിന് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ആ ഒരു റൊട്ടേഷന്, ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന റൊട്ടേഷൻ ഒരു ലിമിറ്റ് ഉണ്ട്, അത് വളരെ കുറവാണ്. സാധാരണയായിട്ട് ഒരു 500 താഴേക്കാണ് അത് റൊട്ടേറ്റ് ചെയ്യുക കേട്ടോ. 500 RPM താഴേക്കാണ് റൊട്ടേറ്റ് ചെയ്യുക. ഒരു ലോ സ്പീഡാണെന്ന് മനസ്സിലാക്കുക കേട്ടോ. ലോ സ്പീഡാണ് ഹൈഡ്രോ. നേരെ മറിച്ച് സ്റ്റീം ആണെങ്കിലോ, സ്റ്റീം പവർ പ്ലാന്റ് 1500, 3000 ആ ഒരു സ്പീഡിലൊക്കെ ഹൈ സ്പീഡിലാണ് അതിൻ്റെ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അതിൻ്റെ ജനറേറ്റർ റൊട്ടേറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? ഹൈ സ്പീഡിലാണെന്ന് ഓർത്ത് വെക്കുക. സോ ഇതിൻ്റെ ആൻസർ എന്താ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ്, വാട്ടർ ഹാമർ എഫക്റ്റ് ഈസ് എക്സ്പെക്റ്റഡ് ഇൻ എ. എവിടെയാണ് വാട്ടർ ഹാമർ എഫക്റ്റ് ഉണ്ടാവുക? ഡ്രാഫ്റ്റ് ട്യൂബ് അല്ല. ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറഞ്ഞാൽ എവിടെയാണ്? നമ്മുടെ ടർബൈനും കഴിഞ്ഞിട്ടാണ് ഡ്രാഫ്റ്റ് ട്യൂബ് അല്ലേ. സോ അവിടെയല്ല. പെൻ സ്റ്റോക്ക് കറക്റ്റാണ്. പെൻ സ്റ്റോക്കിൻ്റെ ചുവരുകളിലാണ് വാട്ടർ ഹാമറിംഗ് എഫക്റ്റ് സംഭവിക്കുക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. സർജ് ടാങ്ക് അല്ല. സർജ് ടാങ്ക് നമ്മൾ ഉണ്ടാക്കുന്നത് എന്തിനാണ്? ഈ വാട്ടർ ഹാമറിംഗ് എഫക്റ്റ് കുറക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സർജ് ടാങ്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. അത് ഓർത്ത് വെക്കുക. സോ വാട്ടർ ഹാമറിംഗ് എഫക്റ്റ് എവിടെ കണ്ടാലും നിങ്ങളുടെ കണ്ണുകൾ സർജ് ടാങ്കിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്, അതല്ല എന്ന് ഞാനിവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തത്. ദെൻ ടർബൈൻ കേസിങ്. ടർബൈൻ കേസിങ് എന്ന് പറയുന്നത് ടർബൈൻ്റെ പുറത്ത് നമുക്ക് വാട്ടർ സ്പില്ല് ചെയ്യാതിരിക്കാനും ഒരു സേഫ്റ്റി ഒക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടർബൈൻ കേസിങ്. അവിടെയല്ല ഹാമറിംഗ് എഫക്റ്റ് ഉണ്ടാവുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ടർബൈൻ്റെ ഇൻലെറ്റ് എത്തുന്നതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യും? വാൾവ് ക്ലോസ് ചെയ്യും. ഓക്കെ, സോ അതുകൊണ്ട് പെൻ സ്റ്റോക്കിലാണ് ഈ ഒരു ഫിനോമിനൻ ഉണ്ടാകുന്നത് മനസ്സിലാക്കുക. ആ ഒരു വാട്ടർ ഹാമറിംഗ് എഫക്റ്റിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവുക പെൻ സ്റ്റോക്കിലാണ്. ഓക്കെ ആണല്ലോ? യെസ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദി ഫങ്ഷൻ ഓഫ് ടർബൈൻ ഇൻ ഹൈഡ്രോ പവർ പ്ലാന്റ്? നമ്മൾ മുഴുവൻ പഠിക്കും, ഹൈഡ്രോ പവർ പ്ലാന്റ് ഒക്കെ പഠിക്കും. പക്ഷേ ചില കേസസിൽ ഇങ്ങനൊരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആൻസർ പിക്ക് ചെയ്യാൻ ടൈം എടുക്കും. പ്രൊഡ്യൂസ് ഇലക്ട്രിക്കൽ പവർ ആണോ? അല്ല. ഇലക്ട്രിക്കൽ പവർ ജനറേറ്റ് ചെയ്യുന്ന ആരാ? ജനറേറ്ററാണ് അല്ലേ, ജനറേറ്ററാണ് കേട്ടോ. സോ നിങ്ങൾക്ക് ഓരോ ചോദ്യം പറയുമ്പോഴും ആവശ്യമായിട്ടുള്ള ഡാറ്റയാണെങ്കിൽ എഴുതിയെടുക്കണം. ഒന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള നോട്ട് നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയെടുക്കുക കേട്ടോ. ഞാൻ ചിലപ്പോൾ അതിവിടെ എഴുതിയെന്ന് വരില്ല, പക്ഷേ ഞാൻ പറയുന്ന സമയത്ത് ആവശ്യമാണെങ്കിൽ എഴുതിയെടുക്കുക. പ്രൊഡ്യൂസ് ഹൈഡ്രോ പവർ. ഹൈഡ്രോ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? നമുക്ക് നോക്കാം കേട്ടോ. പ്രൊഡ്യൂസ് ഹീറ്റ് പവർ ഇല്ല. ഹീറ്റ് ചെയ്യുന്ന പരിപാടിയൊന്നും ഇല്ല ടർബൈൻ്റെ കേസിൽ അല്ലേ. പ്രൊഡ്യൂസ് മെക്കാനിക്കൽ പവർ കറക്റ്റ് ആണോ? യെസ്. ടർബൈൻ ഔട്ട്ലെറ്റിൽ, ടർബൈൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്നത് എന്താ? മെക്കാനിക്കൽ പവർ ആണല്ലേ. ഇൻപുട്ടിലോ? ഇൻപുട്ട് വാട്ടറിൻ്റെ ആ ഒരു പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജിയാണ് ഇൻപുട്ടായിട്ട് ടർബൈനിലേക്ക് വരിക. ദെൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താ? ടർബൈൻ റൊട്ടേറ്റ് ചെയ്യപ്പെടുന്നു. ടർബൈൻ്റെ ആ ഒരു റൊട്ടേഷൻ, ദാറ്റ് മീൻസ് ഇറ്റ് പ്രൊഡ്യൂസസ് മെക്കാനിക്കൽ പവർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി ജനറേറ്റർ ആണെങ്കിലോ? ജനറേറ്റർ ആണെങ്കിൽ അതിൻ്റെ ഇൻപുട്ടിലേക്ക് വരുന്നത് മെക്കാനിക്കൽ പവറാണ്, ഔട്ട്പുട്ടിൽ ഇലക്ട്രിക്കൽ പവർ. ഓക്കെ, സോ എ ജനറേറ്റർ കൺവേർട്സ് മെക്കാനിക്കൽ പവർ ഇൻ ടു ഇലക്ട്രിക്കൽ പവർ എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ ആണല്ലോ? യെസ്. സോ നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് വാട്ടർ ടർബൈൻ ഈസ് നോട്ട് എ റിയാക്ഷൻ ടർബൈൻ? താഴെ പറയുന്നവയിൽ ഏതാണ് റിയാക്ഷൻ ടർബൈൻ അല്ലാത്തത്? നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. പെൽട്ടൺ ടർബൈൻ പറയുന്ന ശബ്ദം നമ്മൾ പറഞ്ഞു, അതൊരു ഇമ്പൾസ് ടർബൈൻ ആണ് അല്ലേ. ഇമ്പൾസ് ടർബൈൻ ആണ്. അതെവിടെയാണ് യൂസ് ചെയ്യുക? ഹൈ ഹെഡ് അല്ലേ, ഹൈ ഹെഡിലാണ് യൂസ് ചെയ്യുക. ലോ ഡിസ്ചാർജ് അല്ലേ, ലോ ഡിസ്ചാർജ് ആണ് യൂസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി കേട്ടോ. ഇത്രയും ഞാൻ പറയാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. അതിൽ കൂടുതലൊന്നും ഇതൊന്നും ചോദിക്കില്ല. ഓക്കെ,
ദെൻ ഫ്രാൻസിസ് ടർബൈൻ എന്ന് പറയുന്നത് ഒരു റിയാക്ഷൻ ടൈപ്പ് ഓഫ് ടർബൈൻ ആണ്. ഓക്കെ, റിയാക്ഷൻ ടർബൈൻ ആണ്. മീഡിയം ഹെഡാണ് അല്ലേ, മീഡിയം ഹെഡാണ്, മീഡിയം ഡിസ്ചാർജ് ആണ്. ഓക്കെ, മീഡിയം ഡിസ്ചാർജ് ആണ്. ഓക്കെ ആണല്ലോ. ദെൻ നെക്സ്റ്റ് കപ്ലാൻ വളരെ ഫേമസ് ആണ്. അത് റിയാക്ഷൻ ടർബൈൻ ആണ്. മിക്കവാറും നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയായിരിക്കും? ലോ ഹെഡ്, ചെറിയ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിലൊക്കെ ഹെഡ് ലെസ് ദാൻ 30 മീറ്റർ ആയിരിക്കും. സോ അവിടെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് കപ്ലാൻ ആണ് കേട്ടോ. ഹൈ ഡിസ്ചാർജ് അല്ലേ, ഹൈ ഡിസ്ചാർജ്. ഇനി ഇവിടെ എന്താ, പ്രൊപ്പല്ലർ ടർബൈൻ ഉണ്ട്. ഈ പ്രൊപ്പല്ലർ ടർബൈൻ എന്ന് പറയുന്നത് ഏത് ടൈപ്പാണ്? അതും റിയാക്ഷൻ ടർബൈൻ തന്നെയാണെന്ന് മനസ്സിലാക്കുക. ലോ ഹെഡിലാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ലോ ഹെഡ് ഹൈ ഡിസ്ചാർജിൽ തന്നെയാണ് നമ്മൾ പ്രൊപ്പല്ലർ ടർബൈനും യൂസ് ചെയ്യുക കേട്ടോ. ഇനി വളരെ ചെറിയ ബൾബ് ടർബൈൻ, ദെൻ സ്ക്രൂ ടർബൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സാധാരണയായിട്ട് ചെറിയ ഹെഡിൽ, വളരെ ചെറിയ ഹെഡിലൊക്കെ വർക്ക് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അറിയേണ്ട ആവശ്യമില്ല. സോ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് മിക്കവാറും എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇവിടെ ചോദിച്ചത് എന്താ, താഴെ പറയുന്നതിൽ ഏതാ റിയാക്ഷൻ ടർബൈൻ അല്ലാത്തതെന്നല്ല ചോദിച്ചേ? അത് പെൽട്ടൺ ടർബൈൻ ആണ് അല്ലേ. പെൽട്ടൺ ആരാണ്? ഇമ്പൾസ് ടർബൈൻ ആണ്. ഇമ്പൾസും റിയാക്ഷനൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഓർമ്മയില്ലെങ്കിൽ ആ ഒരു പാർട്ട് നോക്കുക. നെക്സ്റ്റ്, ലോ ഹെഡ് പ്ലാന്റ് ജനറലി യൂസ്. താഴെ പറയുന്നതിൽ ലോ ഹെഡ് പ്ലാന്റ് ഏത് ടർബൈനാണ് യൂസ് ചെയ്യുക? പെൽട്ടൺ, ഫ്രാൻസിസ്, കപ്ലാൻ. ഓഫ് കോഴ്സ് ഓപ്ഷൻ സി ആണ്, കപ്ലാൻ ആണ് നമ്മൾ ലോ ഹെഡിൽ യൂസ് ചെയ്യുക അല്ലേ. ലോ ഹെഡിൽ കപ്ലാൻ ആണ്. നെക്സ്റ്റ് പോവാം. വെനെവർ ക്ലോസ്ഡ് കോൺഡ്യൂട്ട് ആർ യൂസ്ഡ് ഇൻ എ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ഡാഷ് ഈസ് അല്ലെങ്കിൽ ആർ യൂസ്ഡ് ടു ലിമിറ്റ് ദി അബ്നോർമൽ പ്രഷർ ഇൻ ദി കോൺഡ്യൂട്ട്. അതായത് നമ്മൾ ക്ലോസ്ഡ് കോൺഡ്യൂട്ടുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൽ യൂസ് ചെയ്യുന്ന സമയത്ത് അബ്നോർമൽ പ്രഷർ, അതായത് ആ വാട്ടർ ഹാമറിങ് എഫക്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഉപാധിക്ക് പറയുന്ന പേരെന്താ? പെൻസ്റ്റോക്കിലാണ് ആ ഒരു എഫക്റ്റ് ഉണ്ടാവുക അല്ലേ. ആ ക്ലോസ്ഡ് കോൺഡ്യൂട്ട് ആരാ? പെൻസ്റ്റോക്കാണ്. സർജ് ടാങ്ക് കറക്റ്റ് ആണ് അല്ലേ, സർജ് ടാങ്ക് ആണ് നമ്മൾ വാട്ടർ ഹാമറിങ് എഫക്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഹെഡ് വർക്ക് അല്ല, സ്പിൽവേ അല്ല. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ. നെക്സ്റ്റ്, അറ്റ് വെരി ഹൈ ഹെഡ് ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ് വി യൂസ് ഡാഷ് ടൈപ്പ് ഓഫ് ടർബൈൻ. ഫ്രാൻസിസ്, പ്രൊപ്പല്ലർ, പെൽട്ടൺ, കപ്ലാൻ. ഈസിയാണ്. ഹൈ ഹെഡിൽ നമ്മൾ പെൽട്ടൺ ആണ് യൂസ് ചെയ്യുക അല്ലേ. ഹൈ ഹെഡിൽ പെൽട്ടൺ ആണ്. ഫ്രാൻസിസ് ആണെങ്കിൽ മീഡിയം ആണ്. ലോ ആണെങ്കിലാണ് നമ്മൾ പ്രൊപ്പല്ലർ യൂസ് ചെയ്യുക. ഓക്കെ ആണല്ലോ. യെസ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ മതി തോന്നുന്നു. നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി ചോദ്യങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇന്നത്തെ ചെയ്ത ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. കീപ്പ് ഇറ്റ് അപ്പ്. സോ നന്നായിട്ട് പഠിക്കുക. കുറച്ച് ചോദ്യങ്ങളുമായിട്ട് ഞാൻ എന്ത് ചെയ്യാം, അടുത്തൊരു വീഡിയോയിൽ വരാം. സോ ടിൽ ദെൻ ബൈ.